അപകട സൂചന നൽകുന്ന ഒരു മത്സ്യമുണ്ട് കടലിൽ. എന്തെങ്കിലും പ്രകൃതി ദുരന്തം സംഭവിക്കുന്നതിന് മുൻപായി തീരത്തേക്ക് എത്തുന്ന ഉൾക്കടലിൽ മാത്രം കണ്ടുവരുന്ന ഓർ മത്സ്യം. കഴിഞ്ഞ ദിവസം തമിഴ്നാട് തീരത്ത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ ഓർ മത്സ്യം ആശങ്കയ്ക്കിടയാക്കി. ആഴക്കടലിൽ ഓർഫിഷ് സ്വാഭാവികമാണെങ്കിലും തീരപ്രദേശങ്ങൾക്ക് സമീപം എത്തുന്നത് സംബന്ധിച്ച് നിരവധി മിഥ്യകൾ നിലവിലുണ്ട്. തീരപ്രദേശങ്ങളിലെ ഓർഫിഷ് സാന്നിധ്യം വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തം പോലുള്ള അശുഭകരമായ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് വളരെ കാലമായുള്ള വിശ്വാസം. 2011 ജപ്പാൻ ഭൂകമ്പത്തിനും സുനാമിക്കും ദിവസങ്ങൾക്ക് മുൻപ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷ് കരക്കടിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 30 മീറ്റർ വരെ നീളം വെച്ചേക്കാവുന്ന റിബൺ പോലെയാണ് ഓർഫിഷിന്റെ രൂപം. ഈയിടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ ഓർഫിഷ് കുടുങ്ങിയത്. അന്ത്യനാൾ മത്സ്യം എന്നറിയപ്പെടുന്ന ഓർഫിഷ് 200 മുതൽ 1000 മീറ്റർ വരെ ആഴത്തിലാണ് കാണപ്പെടുക. അപൂർവമായി മാത്രം മുകളിലേക്ക് വരും. വെള്ളത്തിനടിയിലുള്ള പ്രകമ്പനങ്ങൾ കാരണമാകാം ഉപരിതലത്തിലേക്ക് നീന്തുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ജപ്പാന് പുറമെ മെക്സിക്കോയിൽ ഭൂമികുലുക്കം ഉണ്ടായതിന് തൊട്ടുമുൻപായി തീരത്ത് ഓർഫിഷിനെ കണ്ടെത്തിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ജാപ്പനീസ് വിശ്വാസപ്രകാരം ഓർഫിഷ് ഭൂമികുലുക്കത്തിന്റെ സൂചനയായാണ് കണക്കാക്കുന്നത്. അതേസമയം ഓർഫിഷ് തീരത്തടിയുന്നത് ഭൂമികുലുക്കത്തെക്കുറിച്ചോ മറ്റേതെങ്കിലും പ്രകൃതി ദുരന്തത്തെക്കുറിച്ചോ മുന്നറിയിപ്പ് നൽകുന്നതാണെന്ന് ശാസ്ത്രീയമായി എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആഴക്കടൽ ആവാസ വ്യവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ കാരണമോ ചുറ്റുപാടുള്ള മാറ്റങ്ങൾ കാരണമോ ആയിരിക്കാം ഈ മത്സ്യം മുകളിലേക്ക് വരുന്നതെന്നാണ് മറൈൻ ബയോളജിസ്റ്റുകൾ പറയുന്നത്.